ഇതെന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ആയിട്ട് വന്നത്? സാധാരണ നമ്മൾ വെൽക്കം പോലും പറയാണ്ട് ഡയറക്റ്റ് റെസിപ്പിയിലേക്ക് പോകുന്ന ആളിപ്പോ നേരിട്ട് ഇങ്ങനെ വന്ന് നിന്നിട്ട് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ചുമ്മാ അങ്ങനെ പറയണമെന്ന് തോന്നി. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് നമ്മൾ ഓൾറെഡി റെഡ് വെൽവെറ്റിന്റെ 2 റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതായത് 2 എഗ് വെച്ചിട്ടുള്ളതും ചെയ്തിട്ടുണ്ട്, 4 എഗ് വെച്ചിട്ടുള്ളതും ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടൊന്ന് കണ്ടോ കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ റെഡ് വെൽവെറ്റിന്റെ ബ്രൗണിയും ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് കാണാനൊക്കെ. അപ്പൊ അതൊക്കെ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ജസ്റ്റ് കണ്ടു നോക്കിട്ട് വാ. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എഗ്ലെസ് ആണ്. അപ്പോ എഗ്ലെസ് കേക്കിന്റെ റെസിപ്പി ഇടാൻ വേണ്ടിട്ട് കുറെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അതും ഈ ഓവന്റെ വീഡിയോ ചെയ്യാനും വേണ്ടിയിട്ടാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നത്. അപ്പൊ അത് നമ്മൾ ഒന്ന് പരിഹരിക്കുന്നു. എഗ്ലെസ് റെഡ് വെൽവെറ്റ് കേക്കിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ചെയ്യുന്നതിന് മുന്നേ പറയട്ടെ, ഞാനിത് സാധാരണ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ കേക്ക് ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. ഓർഡർ വരുന്ന സമയത്ത് അത് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതിപ്പോ പക്ഷെ ഞാൻ വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ വേറെ ഓർഡറും കാര്യങ്ങളും ഒന്നുമല്ല, ഒരു റെസിപ്പി ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതൊരു മാർബിൾ എഫക്റ്റ് ആക്കിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം കുറച്ച് കളർഫുൾ ആയിരിക്കുമല്ലോ. കാരണം ഞാനിത് എന്തായാലും കട്ട് ചെയ്ത് ഐസിംഗ് ഒന്നും ചെയ്തിട്ട് കഴിക്കാനൊന്നും പോകുന്നില്ല. ഇവിടെ അങ്ങനെ ക്രീം യൂസ് ചെയ്യുന്ന ആൾക്കാരില്ല. അപ്പൊ സ്പഞ്ച് തന്നെയാണ് ഇവിടെ, മക്കൾക്കാണെങ്കിലും സ്പഞ്ചാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ പിന്നെ കാണുമ്പോൾ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇത് മാർബിൾ കേക്ക് അല്ലേ, അതുകൊണ്ട് നമ്മൾ ഫ്രോസ്റ്റിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അതിനാ ഇങ്ങനെ നേരിട്ട് വന്ന് പറയുന്നത്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ആ ഒരു ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കുറച്ച് വൈറ്റ് പോർഷനും കുറച്ച് റെഡ് പോർഷനും എടുത്തിട്ട് മാർബിൾ കേക്ക് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇത് ഒരു ഓർഡർ വരാണ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ബർത്ത്ഡേ കേക്കിന് ഓർഡർ വന്നു, ഒരു 1 kg എഗ്ലെസ് കേക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എഗ്ലെസ് റെഡ് വെൽവെറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഈ റെസിപ്പി ചെയ്താൽ മതി കേട്ടോ. അപ്പം എന്താണ് അതിൽ വ്യത്യാസം വരുത്തേണ്ടത് ഞാൻ ആ പാർട്ടിൽ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് ഇത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഗ്ലെസ് കേക്കിന് ഫ്രോസ്റ്റ് ചെയ്യാൻ എടുക്കാൻ പറ്റിയ സെയിം റെസിപ്പിയാണ്. അതുകൊണ്ട് ഇത് മാർബിൾ ആക്കിയത് കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്. തമ്മനയിലൊക്കെ ഫോട്ടോ ഉണ്ടാവുക അങ്ങനെയാണ് കേട്ടോ. കാരണം വൈറ്റും റെഡും കൂടിയിട്ടുള്ളത്. നിങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ട് കളറും ചേർത്തോ, കൊക്കോ പൗഡറും ചേർത്തിട്ട് സ്പഞ്ച് ചെയ്താല് കറക്റ്റ് 1 kg സ്പഞ്ചായി. ഓക്കെ, അപ്പൊ നമുക്ക് കേക്ക് ചെയ്യാൻ നോക്കാം. എന്തൊക്കെ വേണം നോക്കാം, എങ്ങനെ ചെയ്യണം നോക്കാം. നമ്മളിപ്പം ഇവിടെ വീട്ടിലേക്ക് ആയതുകൊണ്ട് മാത്രം ലോഫ് പാൻ ആണ് എടുത്തിട്ടുള്ളത്. നീളമുള്ള കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 7 ഇഞ്ചിൻ്റെയോ 8 ഇഞ്ചിൻ്റെയോ റൗണ്ടോ സ്ക്വയറോ ടിൻ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് സാൾട്ടഡ് ബട്ടറാണ് വേണ്ടത്. അത് 100 ഗ്രാമാണ് ആവശ്യം. ഇനി സാൾട്ടഡ് ബട്ടർ കിട്ടിയില്ലെങ്കിൽ അൺസാൾട്ടഡ് ബട്ടർ എടുക്കാം. അപ്പം നമ്മൾ ഫ്ലോർ ചേർക്കുന്ന സമയത്ത് അതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്താൽ മതി. ഇനി നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർത്തതിന് ശേഷം അതിനകത്തോട്ട് ക്രീം ചീസാണ് എടുക്കുന്നത്. ക്രീം ചീസ് ഇതുപോലെ നമ്മളിങ്ങനെ പറിച്ച് കഴിയുന്ന സമയത്ത് കുറച്ച് വെള്ളം പോലെ കാണും കേട്ടോ. അത് നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇത് 200 ഗ്രാമിൻ്റെതായതുകൊണ്ട് നേർപകുതി, അതായത് 100 ഗ്രാമാണ് നമുക്ക് ആവശ്യം. 100 ഗ്രാമിൻ്റെ ക്രീം ചീസും കൂടെ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റിനെ വേറെ ലെവലാക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു 1/2 കപ്പിൽ ഒരു 2 ടേബിൾ സ്പൂൺ കുറവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കട്ടിയുള്ള തൈര് എടുക്കാം. പുളിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ല. പിന്നെ 2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം റൂം ടെമ്പറേച്ചറിലായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി നമ്മളിതൊരു വിസ്ക് വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ബീറ്ററിൻ്റെ ആവശ്യം ഈ ഒരു കേക്കിനില്ല. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അസലായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, പേസ്റ്റ് രൂപത്തിൽ. നമ്മളിപ്പോ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി വെച്ചല്ലേ. ഇനി ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് മാർബിൾ കേക്ക് ആണ്. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോർമൽ റെഡ് വെൽവെറ്റിന്റെ സ്പഞ്ച് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ചേർക്കാൻ പോകുന്ന മൈദയുടെ കൂടെ ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും മാത്രമാണ് ഇപ്പൊ ചേർക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് മൊത്തത്തിൽ മാർബിൾ കേക്ക് വേണ്ട, മൊത്തത്തിലുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ആണ് വേണ്ടത് എങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചേർക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിന്റെ കൂടെ 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്യാം. കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് കൊക്കോ പൗഡർ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രൗണിഷ് കളർ ആയിപ്പോവും. നല്ല ഗ്ലോയിങ് ഒക്കെ ആയിട്ടുള്ള റെഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ തന്നെ ചേർക്കാം, ലൈറ്റ് കൊക്കോ പൗഡർ. അതിനുശേഷം നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ മിക്സ് ആയി കഴിയുമല്ലോ ബാറ്റർ, വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തതിന് ശേഷം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജെൽ കളറും ചേർക്കാം. റെഡ് കളർ ജെൽ ടൈപ്പ് യൂസ് ചെയ്യാം. ലിക്വിഡ് കളറിനേക്കാളും കുറച്ച് ക്വാണ്ടിറ്റി മതിയാവും. അപ്പൊ ജെൽ കളർ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ആയി. ഓക്കെ, ഇനിയിപ്പോ ഇതല്ല എന്നുള്ള മെത്തേഡാണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പൊ ചെയ്യാം.
ഇവിടെ നമുക്ക് 200 ഗ്രാം മൈദയാണ് വേണ്ടത്. 200 ഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് എൻ്റെ കയ്യിലുള്ളത് 250 ml ആണ് കേട്ടോ. അതൊന്ന് നിങ്ങൾ അതിൽ നിന്ന് ഏകദേശം കണക്കാക്കി എടുത്താൽ മതി. പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒന്നും വേണ്ട. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തു. മിക്സ് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാച്ചിയതും കാച്ചാത്തതും ഏതാണേലും കുഴപ്പമില്ല, റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ വേറൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെച്ചു, കണ്ടില്ലേ. എന്നിട്ട് അതിൽ നമ്മൾ കൂടുതലിരിക്കുന്ന പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ലൈറ്റ് കൊക്കോ പൗഡർ ഇട്ടതിന് ശേഷം കണ്ടോ, മാജിക് കളേഴ്സിൻ്റെ മാജിക് റെഡ് എന്ന ജെൽ കളറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് റെഡ് കളറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതും നിങ്ങൾക്ക് ആവശ്യാനുസരണമാണ് ചേർക്കേണ്ടത്. ഇതിപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ റെഡ് കളറാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം ടൈറ്റാണ് കേട്ടോ ഇതിൻ്റെ ബാറ്റർ വരുന്നത്. അപ്പോൾ മിക്സിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേക്ക് ടിന്നിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇതിന് മാർബിൾ എഫക്റ്റ് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ എനിക്ക് തോന്നിയോണാണ് കൊടുത്തത്. കുറച്ചും കൂടി നന്നാക്കായിരുന്നു എന്നൊക്കെ പിന്നീട് തോന്നി. പിന്നെ ചെയ്തു പോയില്ലേ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് റെഡ് ചേർത്തതിന് ശേഷം നമ്മൾ അവിടെ ഇവിടേക്ക് ആയിട്ട് വൈറ്റ് പോർഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും റെഡ് കൊടുത്തു, വീണ്ടും വൈറ്റ് കൊടുത്തു. അങ്ങനെ തല തിരിച്ചും മറിച്ചും ഒക്കെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല പൂവിൻ്റെ ഡിസൈനിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫൈനൽ ഇതെല്ലാം ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ച് ഏറ്റവും അടിയിൽ തട്ടുന്ന വിധത്തിൽ തന്നെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നു. എന്നിട്ട് 30 തവണ ടാപ്പ് ചെയ്തതിന് ശേഷം 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. 40 മിനിറ്റ് 45 മിനിറ്റ് ആകുമ്പോഴത്തേക്കും എനിക്കിത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ടൂത്ത് പിക്ക് വെച്ച് നമ്മൾ കുത്തി നോക്കുന്ന സമയത്ത് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ കേക്കിനെ കാണുമ്പോഴും അതിനെ തൊട്ട് നോക്കുമ്പോഴും ഒരു ഉള്ളിലിങ്ങനെ വെള്ളം നിറഞ്ഞതുപോലെ ബുൾബുൾ പോലെ കളിക്കും കേട്ടോ. അത് കണ്ടിട്ട് ബേക്കായില്ല എന്ന് വിചാരിക്കേണ്ട, അത് അങ്ങനെയാണ്, അത്രത്തോളം സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കേക്കിൽ നിന്നൊന്ന് റിമൂവ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. നല്ലോണം തണുത്തതിന് ശേഷം ഞാൻ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് കൊടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണെന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾക്കിത് വിശ്വസിക്കാനേ പറ്റില്ല. ഒരു മുട്ട ചേർക്കാതെ ഇത്രത്തോളം എന്താ പറയുക സോഫ്റ്റായിട്ട് മോയിസ്റ്റായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളില്ല. ആദ്യമായിട്ടാണ് വീട്ടിൽ ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് സെക്കൻഡ്സ് വെച്ച് ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും തികയാതെ വന്നു പോയി. അപ്പം നമ്മളെ യോഗയ്ക്ക് വന്ന ചിലർക്കും കൂടെ ഈ ഒരു കേക്ക് കൊടുത്തപ്പം അവരും റിപ്പീറ്റ് നമ്മുടെ അടുത്ത് ചോദിച്ച് വാങ്ങി കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അത്രത്തോളം കഴിക്കുന്ന ഏതൊരാളും ഇത് എഗ്ലെസ് ആണോ അല്ലെങ്കിൽ ഇതൊന്നും അറിയാതെ തന്നെ കൊടുത്തപ്പോഴും അപ്പാര ടേസ്റ്റാണെന്നാണ് നമ്മളടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഒരു തവണ അത് ആദ്യത്തേത് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ തന്നെ വെച്ചോ, എന്നാലും കുഴപ്പമില്ല, പിന്നെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത്ര ഉറപ്പുണ്ട് എനിക്ക്. ഇതിന് ഞാൻ ഗ്യാരണ്ടിയാണ് ഈ ഒരു റെസിപ്പിക്ക്. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു കേക്ക് വെച്ചിട്ട് സാധാരണ ബർത്ത്ഡേ കേക്കൊക്കെ ഐസിങ് ചെയ്ത് കൊടുക്കുമല്ലോ, ക്രീം ചീസ് കേക്കിൻ്റെ ക്രീമിലൊക്കെ ഇട്ടിട്ട്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നോർമലി നമുക്ക് എഗ്ലെസ് കേക്കിന് റേറ്റ് കൂടുതലാണ്. ഒരു 100 ഞാൻ കൂട്ടി വാങ്ങിക്കാറുണ്ട്. ഈ ഒരു കേക്കിന് നിങ്ങൾക്ക് 250 വരെ കൂട്ടി വാങ്ങിക്കാം കേട്ടോ. പിന്നെ ഇത് കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് വെറ്റ് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അത്രത്തോളം മെൽറ്റിംഗ് ആണ് കേട്ടോ, അത്രത്തോളം മോയിസ്റ്റും സോഫ്റ്റും. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ടേസ്റ്റിൽ കേക്ക് കഴിച്ചിട്ടില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പ്ലീസ് ചെയ്ത് നോക്കിയാൽ പോരാ. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത് വന്നിട്ടൊന്ന് ഷെയർ ചെയ്യണം. ഇതുപോലത്തെ കണ്ടെയ്നറിൽ നമുക്ക് ഇതിൻ്റെ ഓരോരോ പീസ് എടുത്ത് വെച്ചിട്ട് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഉണ്ടല്ലോ സാധാരണ റെഡ് വെൽവെറ്റിൻ്റെ, ആ ഒരു ഫ്രോസ്റ്റിങ്ങിൻ്റെ ക്രീമും കൂടെ ഇതിന് മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇനി ഇതിലോട്ട് ക്രീം ചീസിൻ്റെ ക്രീം ചേർക്കണം എന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ ഇത് വെറും ക്രീമും വേണ്ട, അല്ലാതെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ്. ഇത് എത്ര പെട്ടെന്നാണ് തീർന്നതെന്നറിയോ. കാണിച്ച് തന്നതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഈ കേക്കിന് ഞാൻ ഗ്യാരണ്ടി.